അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോ നോക്കുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 2ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. അതുപോലെ ഇതിനു മുമ്പ് നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അഖ്ലാഖിൻ്റെ. അതൊന്നും കാണാത്തവർ താഴെ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. യോജിച്ചത് താഴേക്ക് എഴുതി കൊടുക്കാനാണ് ബ്രാക്കറ്റിൽ നിന്ന്. 1. ഉമ്മ നമ്മെ 10 മാസത്തോളം ഗർഭം ഡാഷ്. ഉമ്മ നമ്മെ 10 മാസത്തോളം ഗർഭം ധരിച്ചു. അതിൽ 2 ഉണ്ടാവും. ഒന്നുണ്ടാവും, അതുപോലെ ധരിപ്പിച്ചു എന്നുണ്ടാവും. അപ്പോൾ മാറിപ്പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. 2. വേദനിച്ചു ഡാഷ്. വേദനിച്ചു പ്രസവിച്ചു. 3. കഷ്ടപ്പെട്ടു ഡാഷ്. കഷ്ടപ്പെട്ടു വളർത്തി. ബ്രാക്കറ്റിലുണ്ട് വളർത്തി, കഷ്ടപ്പെട്ടു വളർത്തി. 4. കുളിപ്പിച്ചു വസ്ത്രം ഡാഷ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ധരിപ്പിച്ചു എന്ന് എഴുതേണ്ടത്. കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു. 5. എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ ഡാഷ്. എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഉമ്മ തന്നെ വേണം. ബ്രാക്കറ്റിലുണ്ട് ഫസ്റ്റ്. 6. അതിനാൽ നാം ഉമ്മയെ നന്നായി ഡാഷ്. അതിനാൽ നാം ഉമ്മയെ നന്നായി സ്നേഹിക്കണം. അടുത്തത് ഉമ്മ പറയുന്നതെല്ലാം ഡാഷ്. ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം. 8. എങ്കിൽ നാം സ്വർഗത്തിൽ ഡാഷ്. എങ്കിൽ നാം സ്വർഗത്തിൽ പ്രവേശിക്കും. ഇനി അടുത്ത പ്രവർത്തനം ശരിയായവക്ക് നേരെ ശരിയെന്നും തെറ്റിന് നേരെ തെറ്റ് എന്നും അടയാളപ്പെടുത്താനാണ്. ഇവിടെ ഒന്നാമതായി കാണാം, നബീൽ മോൻ ഉസ്താദിനെ കണ്ടപ്പോൾ എഴുന്നേറ്റു നിന്നു. ഇത് ശരിയാണോ? നല്ല പ്രവൃത്തിയാണോ? ആണെങ്കിൽ ശരിയെന്ന് കോളത്തിൽ ടിക്ക് ചെയ്യേണ്ടതാണ്. തെറ്റാണെങ്കിൽ ആ കോളത്തിൽ തെറ്റെന്നും അടയാളപ്പെടുത്തുക, വീഡിയോയിൽ കാണുന്നത് പോലെ. ശരിയാണ്, അപ്പോൾ ടിക്ക് ചെയ്യുക. 2. നജീബ് മോൻ ഉമ്മയോട് സലാം പറഞ്ഞു. നജീബ് മോൻ ഉമ്മയോട് സലാം പറഞ്ഞത് നല്ല കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് കോളത്തിൽ ടിക്ക് ചെയ്യാം. അടുത്തത് 3. നാസിഹ് മോൻ വലിയവരെ ബഹുമാനിക്കുന്നു. നാസിഹ് മോൻ വലിയവരെ ബഹുമാനിക്കുന്നു. നല്ല കാര്യമല്ലേ? അതെ, അപ്പോൾ അത് ടിക്ക് ചെയ്ത് കൊടുത്തുക്കുന്നു. 4. നാജിഹ് മോൻ ഉപ്പയെ കണ്ടപ്പോൾ എഴുന്നേറ്റു നിന്നില്ല. അത് നല്ല കാര്യമാണോ? അല്ല. കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് ചെയ്യേണ്ടത്, നമ്മൾ അനസ്മോൻ ചെയ്തതുപോലെ. അപ്പോൾ അത് തെറ്റിട്ട് കൊടുക്കുക, ആ കോളത്തിൽ തെറ്റ് അടയാളപ്പെടുത്തുക. 5. നൗഫൽ മോൻ മുതിർന്നവരെ അനുസരിക്കുന്നില്ല. അനുസരിക്കുന്നില്ല, അപ്പോഴോ ശരിയാണോ? അല്ല, തെറ്റാണ്. നല്ല പ്രവൃത്തിയല്ല, അപ്പോൾ തെറ്റിട്ട് കൊടുക്കുക. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കൊടുക്കുക. ചോദ്യം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, കാരണം അധിക പരീക്ഷകളിലും വന്നിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുമുല്ല എന്നവരുടെ പേരെന്ത്? ഇമാം നവവി റഹിമഹുമുല്ല എന്നവരുടെ പേരെന്ത്? എന്താണ്? യഹ്യ ഇബ്നു ഷറഫ്. ഈ പേര് യഹ്യ ഇബ്നു ഷറഫ് എന്ന മക്കളെ കൊണ്ട് എഴുതി പഠിപ്പിക്കണേ. എവിടെയെങ്കിലുമൊക്കെ
എഴുതാൻ അധികം വരും. 2. ഇമാം നവവിയുടെ റഹ്മഹുള്ളയുടെ ഉമ്മ ദുആ ചെയ്തത് എന്ത്? നമ്മൾ ഇമാം നവവി റഹ്മഹുള്ളയെ പറ്റി പഠിച്ചു. അതായത് യഹ്യ ബിൻ ഷറഫ് എന്ന പേരിൽ നമ്മൾ ഒരു കുട്ടിയെ പഠിച്ചില്ലേ? ആ കുട്ടിയുടെ ഉമ്മ ദുആ ചെയ്തത് എന്താണ്? ഉമ്മാക്ക് വേണ്ടി വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ ഉമ്മ ദുആ ചെയ്തത് എന്താ? അല്ലാഹുവേ, എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കണമേ. ഇതാണ് ദുആ ചെയ്തത്. 3-ാമത്തെ ചോദ്യം, പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത്. മകനെ കണ്ടു ഉമ്മ ചോദിച്ചു എന്ത്? മകനെ കണ്ടപ്പോൾ ഉമ്മ എന്താ ചോദിച്ചത്? ഉമ്മ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. മോൻ വെള്ളം കൊണ്ടുവന്നു. അപ്പോഴേക്കും ഉമ്മ ഉറങ്ങിപ്പോയി. പാതിര കഴിഞ്ഞ ശേഷമാണ് ഉമ്മ ഉണർന്നത്. അപ്പം ഉമ്മ മോനെ കാണാണ് വെള്ളം കുടിച്ച് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം എന്താ ചോദിക്കുക? മകനെ, നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ? ഇതായിരുന്നു ചോദിച്ചത്. മകനെ, നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ? 4-ാമത്തെ ചോദ്യം, മകൻ ഉമ്മയോട് പറഞ്ഞ മറുപടി എന്ത്? എന്താണ് അതിന് മറുപടി പറഞ്ഞത് മകന്? അതേ ഉമ്മ, ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ്. ഇതാണ് മകൻ മറുപടി പറഞ്ഞത് ഉമ്മയോട്. ഇപ്പോൾ ഇതിൽ കുറച്ച് പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ ആ മാതൃകാപാലൻ എന്നുള്ള പാഠത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4-ാം പാഠം പ്രത്യേകം നോക്കുക. കാരണം ഇപ്പോൾ ഈ വന്ന 2024-25 പാദവാർഷിക പരീക്ഷയിൽ അധിക ചോദ്യങ്ങളും വരുന്നത് പാദവാർഷിക പരീക്ഷ എത്ര പാഠമുണ്ടോ, 5 പാഠമുണ്ടെങ്കിൽ 5-ാമത്തെ പാഠത്തിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. അത് എല്ലാ ക്ലാസ്സിലും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അവസാനത്തെ പാഠത്തിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അഖ്ലാഖിലെ മാതൃകാപാലൻ എന്ന് കഴിഞ്ഞ ശേഷമുള്ള അടുത്ത പാഠത്തിൽ നിന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നന്നായി പഠിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.